അങ്ങ് ദൂരെ മരങ്ങത്തണൽ വിരിക്കുന്ന ഒരു കാടിൻ്റെ ഒഴുത്ത് ഒരു പുഴയൊഴുകിയിരുന്നു. കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴിൽ സർവ്വതും വെന്തുറങ്ങുന്നൊരു വേനൽക്കാലത്തെ ഉച്ചനേരം. കാറ്റുപോലെ മടി പിടിച്ചിരിക്കുന്ന ആ സമയത്ത് ഒരു കുഞ്ഞനുറുമ്പ് ദാഹം കൊണ്ട് വലഞ്ഞു നടക്കുകയായിരുന്നു. അവൻ്റെ തൊണ്ട വരണ്ടു, കാലുകൾ തളർന്നു. ഒരിത്തിരി വെള്ളത്തിനായി അവൻ പരക്കം വാഞ്ഞു. ഒടുവിൽ ആ പുഴയുടെ കളകളാരവം കേട്ട് അവൻ അങ്ങോട്ടേക്ക് നടന്നു. പുഴയുടെ വക്കിലിരുന്ന് വെള്ളത്തിലേക്ക് മുഖം അടുപ്പിച്ചതേയുള്ളൂ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നനഞ്ഞ പായലിൽ അവൻ്റെ കുഞ്ഞിക്കാലുകൾ വഴുതി. അയ്യോ! നിലകിട്ടാതെ അവൻ പുഴയിലെ കുത്തൊഴുക്കിലേക്ക് വീണുപോയി. രക്ഷിക്കണേ, രക്ഷിക്കണേ! അവനൊന്ന് കരയാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ നേർത്ത ശബ്ദം പുഴയുടെ ഇരമ്പലിൽ മുങ്ങിപ്പോയി. ശക്തമായ ഒഴുക്ക് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞു. തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് ആ കുഞ്ഞനുറുമ്പ് ഒരു നിമിഷം ഭയന്നു. അതേസമയം ആ പുഴയുടെ തൊട്ടുമുകളിലുള്ള മരക്കൊമ്പിൽ ഒരു വെള്ളപ്രാവിരിപ്പുണ്ടായിരുന്നു. അവൾ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ നേർത്ത കരച്ചിൽ അവളുടെ കാതുകളിൽ പതിഞ്ഞത്. അതൊരു സഹായത്തിനായുള്ള നിലവിളിയാണെന്ന് അവൾക്ക് തോന്നി. അവൾ ശ്രദ്ധയോടെ താഴേക്ക് നോക്കി. അതാ ഒരു കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടിടിക്കുന്നു. പ്രാവിന്റെ മനസ്സലിഞ്ഞു. അവൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. കൊക്കുകൾ കൊണ്ട് മരത്തിൽ നിന്നും വലിയൊരു ഇല അടർത്തിയെടുത്ത് അതിവേഗം പറന്ന് ഉറുമ്പ് മുങ്ങിത്താഴുന്നതിന്റെ തൊട്ടടുത്തേക്ക് അവൾ ആ ഇല ഇട്ട് കൊടുത്തു. കുഞ്ഞനുറുമ്പേ, വിഷമിക്കേണ്ട, വേഗം ഈ ഇലയിൽ കയറിക്കോളൂ. പ്രാവിന്റെ ശബ്ദം കേട്ട് ഉറുമ്പിന് ആശ്വാസമായി. അവൻ സർവശക്തിയുമെടുത്ത് ആ ഇലയെ ലക്ഷ്യമാക്കി നീന്തി. ഒടുവിൽ അതിൽ പറ്റിപ്പിടിച്ചു കയറി. ആ ഇല അവനൊരു കൊച്ചു വള്ളമായി മാറി. പുഴയുടെ ഒഴുക്ക് ആ ഇലയെ പതുക്കെ പതുക്കെ തള്ളി കരയോടടുപ്പിച്ചു. സുരക്ഷിതമായി കരയിലെത്തിയപ്പോൾ ഉറുമ്പ് ഇലയിൽ നിന്നിറങ്ങി നനഞ്ഞ ശരീരം തുടച്ചു. അവൻ മുകളിലേക്ക് നോക്കി. തന്നെ രക്ഷിച്ച പ്രാവിനോട് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട പ്രാവേ, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്തെങ്കിലും എൻ്റെ സഹായം ആവശ്യമെങ്കിൽ ഈ കുഞ്ഞനുറുമ്പ് തീർച്ചയായും ഉണ്ടാവും. അത് കേട്ട് പ്രാവ് സ്നേഹത്തോടെയൊന്ന് കുറുകി. അതൊന്നും സാരമില്ല ചെങ്ങാതി, അവൾ പുഞ്ചിരിയോട് പറഞ്ഞു. ഇത്ര ചെറിയൊരു ഉറുമ്പിന് തന്നെ എങ്ങനെ സഹായിക്കാനാകുമെന്നോർത്ത് അവൾക്ക് ചെറുതായി ഒന്ന് കൗതുകം തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അതേ കാട്ടിലേക്ക് കാലൊച്ചയുണ്ടാക്കാതെ ഒരാൾ കടന്നുവന്നു. അതൊരു വേട്ടക്കാരനായിരുന്നു. അവന്റെ തോളിലൊരു വലയുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ഇരയെ തേടി ചുറ്റും പരതി. അപ്പോഴാണ് മരക്കൊമ്പിലിരുന്ന് വിശ്രമിക്കുന്ന ആ പ്രാവിനെ അവൻ കണ്ടത്. എന്തൊരു നല്ല ഇര, അവൻ മനസ്സിൽ കരുതി. പ്രാവ് ഇതൊന്നും അറിയാതെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. വേട്ടക്കാരൻ തന്റെ വലയെടുത്ത് അവളെ ലക്ഷ്യമാക്കി എറിയാനായി തയ്യാറെടുത്തു. അവന്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരിയുണ്ടായിരുന്നു. എന്നാൽ ആ കാഴ്ച മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കുഞ്ഞനുറുമ്പായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ച പ്രാവ് വലിയൊരു അപകടത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രാവ് ചെയ്ത സഹായം അവന്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. ഇപ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യണം. അവനൊരു നിമിഷം പോലും ചിന്തിച്ചു നിന്നില്ല. അതിവേഗം പാഞ്ഞ് അവൻ വേട്ടക്കാരന്റെ കാലിനരികിലെത്തി. എന്നിട്ട് സർവശക്തിയും എടുത്ത് അവന്റെ കണങ്കാലിൽ ആഞ്ഞൊരൊറ്റ കടി. വേദന കൊണ്ട് പുളഞ്ഞുപോയ വേട്ടക്കാരൻ ഉറക്കെ നിലവിളിച്ചു. അവന്റെ ശ്രദ്ധയും ലക്ഷ്യവും തെറ്റി. കയ്യിലിരുന്ന വല താഴെ വീണു. ആ ശബ്ദം കേട്ടാണ് പ്രാവ് ഞെട്ടി ഉണർന്നത്. കൺമുന്നിലെ അപകടം മനസ്സിലാക്കിയവൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കുഞ്ഞനുറുമ്പ് തന്റെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് ആ വലിയ പ്രാവിന്റെ ജീവൻ രക്ഷിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന നന്മ എത്ര ചെറുതാണെങ്കിലും അത് പാഴായിപ്പോവില്ല. ആരെയും അവരുടെ വലിപ്പം കണ്ട് വില കുറച്ച് കാണരുത്. കാരണം ഒരു ചെറിയ ശരീരത്തിലും വലിയൊരു ഹൃദയവും അതിശയകരമായ ധൈര്യവും ഉണ്ടാകാം. ഓർക്കുക, നന്മ ചെയ്താൽ നന്മ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും.